ഹലോ ഗായ്സ്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തൊരു സംഭവമാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രാത്രി ഒന്നും കഴിക്കുന്നില്ല, ഇത് മാത്രമാണോ കഴിക്കുന്നത്? നല്ല കേട്ടോ, നല്ല മുട്ട കഴിച്ചതിന് ശേഷം രാത്രി കിടക്കാൻ നേരമാണ് ഈ ഒരു ആഗ്രഹം വന്നത്. അപ്പോൾ ഒരു ആഗ്രഹം വന്ന് നമ്മളെങ്ങനെ സാധിച്ചു കൊടുക്കാതിരിക്കുക അല്ലേ? അപ്പോൾ ഫ്രിഡ്ജിൽ നല്ല മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങയാണ്, മുന്നേ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു, ഇത് അമ്മ കൊണ്ടുവന്നായിരുന്നു അമ്മ വീട്ടിലേക്ക് വന്ന സമയത്ത്. പിന്നെ കുറച്ച് മിൽക്ക് മേഡ് ഇരിപ്പുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റമാണിത്. അപ്പം ഏകദേശം അത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി വളരെ കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ആരും ഉണ്ടാക്കുമോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഉള്ള സാധനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ട്രൈ മാത്രമായിരുന്നു ഇത്. അങ്ങനെ മാങ്ങയും ആപ്പിളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. മാങ്ങയും അതുപോലെ തന്നെ ആപ്പിളൊക്കെ ഞാൻ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പഴുത്ത മാങ്ങയായിരുന്നു, കുറേ എൻ്റെ വായിലോട്ടും പോയിട്ടുണ്ട് കട്ടുന്ന സമയത്ത്. ബാക്കിയുള്ളതാണ് ഞാൻ ഹസ്ബൻഡിന് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മിൽക്ക് മേഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, കാരണം മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. കൂടാതെ നമ്മൾ കുറച്ച് ഇതിൻ്റെ കൂടെ ഐസ്ക്രീം കൂടെ ചേർക്കുന്നുണ്ടല്ലോ. ഇത് മൊത്തം നമ്മൾ ഒറ്റയ്ക്ക് കഴിച്ചതല്ല, നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സൺഡേ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു. ബാക്കി കുറച്ച് നമ്മൾ എടുത്തു വെച്ചതാണ്, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കൊതി തോന്നുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഇതാൾ കണ്ട സമയത്ത് ആൾക്ക് ഭയങ്കര ആഗ്രഹം ഇതൊക്കെ കൂടി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഐസ്ക്രീമൊക്കെ അതിലോ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഐസ്ക്രീമൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട്, ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ജ്യൂസ് ഗ്ലാസ് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ആൾക്ക് ഒട്ടും കൊടുക്കാറില്ല കേട്ടോ, കാരണം ഒട്ടും ശ്രദ്ധയില്ലാത്തൊരു മനുഷ്യനാണ്. വലുതായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഗ്ലാസ്സുകൾ പൊട്ടിക്കുന്ന ഒരു കൈയും കണക്കുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞാൻ ആൾക്ക് കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു പാവല്ലേ, ഇത് ആൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, അപ്പം ഞാൻ വിചാരിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ജ്യൂസ്. അങ്ങനെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് എനിക്കും കൊതിയാവുന്നുണ്ട്. ഇത് ആൾക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് മുന്തിരിയും അതുപോലെ തന്നെ ഇതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയൊരു സംഭവമാണ്. അപ്പോൾ ഉണ്ടാക്കാത്തതൊന്നും ഉണ്ടാക്കി ഒന്ന് അഭിപ്രായം പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.